إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ റഹ്മത്ത് കൊണ്ട് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും റമളാനിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. മാസങ്ങളോളമായി നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, മാസങ്ങളോളമായി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തേടി അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിനെ നീ എന്നിലേക്ക് എത്തിക്കണമേ. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അതിന് അല്ലാഹു നമുക്ക് ഉത്തരം നൽകി. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ റമളാനിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ടായില്ല. ആ റമളാനിൽ നമ്മൾ ചെയ്തു കൂട്ടേണ്ട നന്മകളേറെയാണ്. നമ്മൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. പല ആളുകൾക്കും റമളാൻ ലഭിച്ചില്ല. പല ആളുകൾക്കും റമളാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞെങ്കിലും റമളാനിന്റെ ഒരു നോമ്പ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി ആവേശത്തോടുകൂടി കടന്നു വരികയാണ്. നാളെ നോമ്പെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ആദ്യത്തെ തറാവീഹ് നമസ്കാരത്തിന് നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അങ്ങ് കോഴിക്കോട് നന്ദിയിൽ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വണ്ടി ഒന്ന് സ്ലിപ്പായി ലോറിക്കടിയിൽ പെട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒന്നിനെ തടയുവാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തില്ലെങ്കിൽ, തൗഫീഖില്ലെങ്കിൽ നമുക്കൊരാൾക്കും അമലുകളിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റമളാനിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിയുന്നില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിയുന്നില്ല. മറിച്ച് റമളാനിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട അമലുകൾ
നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടെണ്ണമാണ്. അല്ലാഹുമ്മ അഇന്നാ ഫീഹി അലാ സിയാമി വൽ ഖിയാം എന്ന ദുആ ചെയ്തവരാണ് നമ്മൾ. എന്തൊക്കെയാണ് ആ രണ്ട് അമലുകൾ? ഒന്ന് നോമ്പാണ്, രണ്ടാമത്തേത് എന്താണ്? അത് നമസ്കാരമാണ്, രാത്രിയിലുള്ള നമസ്കാരമാണ്. നോമ്പെടുത്ത് പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് എന്ന് പറയുന്ന ആരാധന വെറുതെ രാവിലെ മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടക്കുന്ന ഒരു അമലാണോ? റമളാനിലെ നോമ്പിന് ഇസ്ലാം കൽപ്പിക്കുന്ന പ്രാധാന്യത എത്രത്തോളമാണ്? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒന്ന് വസൗമി റമളാൻ. ഇസ്ലാം 5 കാര്യങ്ങളിലാണ് സ്ഥാപിതമായത്. അതിലൊന്ന് എന്താണെന്നറിയുമോ? അത് റമളാനിലുള്ള നോമ്പാണ്. നോമ്പ് പോലെ മറ്റൊരാരാധനയില്ല. നോമ്പ് പോലെ മറ്റൊരാരാധനയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അസ്സൗമു ലീ വഅന അജ്സി ബിഹി. നോമ്പിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോമ്പ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക. അതിന്റെ പ്രതിഫലത്തെ എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു തരുന്നില്ല. എന്റെ അടിമ എനിക്ക് വേണ്ടി നോമ്പെടുക്കുമ്പോ അതിനുള്ള പ്രതിഫലം ഞാൻ അവന് നൽകും. നമ്മുടെ നോമ്പ് എങ്ങനെയാണോ അങ്ങനെ. നമ്മുടെ നോമ്പ് വെറും പട്ടിണിയാണോ? ഇല്ല, നന്മകളില്ല നമുക്ക്. എന്നാൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണം പറയുന്ന എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ടുള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകും നമുക്ക്. ആ റമളാനിലുള്ള നോമ്പ് നമ്മൾ അല്ലാഹുവിനോട് ചെയ്യുന്ന ഔദാര്യമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയതാണ്. ആ രൂപത്തിൽ റമളാനിന്റെ നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. നാട്ടിലെല്ലാവരും നോമ്പ് നോൽക്കുന്നു, വീട്ടിലെല്ലാവരും നോമ്പ് നോൽക്കുന്നു, അതുകൊണ്ട് ഞാനും ഇന്നെടുക്കാം എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. മറിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ. അല്ലാഹുവിന്റെ വിളി നമ്മൾ ശ്രദ്ധിക്കണം. ഈമാനുള്ള ആളുകളെയാണ് അല്ലാഹു വിളിക്കുന്നത്. ഈമാനുള്ള ആളുകളോട് അല്ലാഹുവിന് പറയാനുള്ളത് എന്താണെന്നറിയോ? കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണ് വിശ്വാസികളെ, എന്തിനാണ് ഈമാനുള്ള ആളുകളെ നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത്? ഒറ്റൊരു ലക്ഷ്യമാണ് അതിനുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ. പല തിന്മകളിലേക്കും നിങ്ങൾ കടന്നു പോകാറുണ്ട്. ഇല്ല, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള വലിയ പരിശോധനയാണ് റമളാനിലുള്ള നോമ്പ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ വഹുദൻ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ഖുർആൻ അല്ലാഹുവിന്റെ കലാം അവതരിച്ച മാസമാണ് റമളാൻ. നിങ്ങൾ ആ റമളാൻ മാസത്തിൽ ഫൽയസും, നോമ്പ് നോൽക്കട്ടെ. നിങ്ങൾ നോമ്പ് നോൽക്കട്ടെ. നമ്മളോട് നോമ്പ് നോൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എന്നാൽ ആ നോമ്പ് വെറുതെ ഒരു അത്തായം കഴിച്ച് പിന്നീട് സുബ്ഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടന്ന് അങ്ങ് നോമ്പ് മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ നോമ്പാകുമോ? അതിന് അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം ഉണ്ടാകുമോ? നമ്മൾ പരിശോധിക്കണം, നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോക്കാൻ പറഞ്ഞത്? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബാ, ഈമാൻ ഉണ്ടാകണം, ഇഹ്തിസാബ് ഉണ്ടാകണം. അതോടുകൂടി നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. എന്നാലാണ് അതിലുള്ള നന്മകൾ നേടിയെടുക്കാൻ കഴിയുക. ആ ഈമാനും ഇഹ്തിസാബും എന്താണെന്ന് നമുക്കറിയുമോ? അതോടുകൂടിയാണോ ഈ കഴിഞ്ഞ നോമ്പ് നമ്മൾ എടുത്ത് പൂർത്തിയാക്കിയത്? ആണ് എന്നുണ്ടെങ്കിൽ
ആ നോൽക്കുന്നവന്റെ മുമ്പത്തെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്ന് പറയുമ്പോ ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും റമളാനിലുള്ള നോമ്പെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ അറിയാത്തവരല്ലല്ലോ നമ്മൾ. അള്ളാഹുവിലുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും പ്രവാചകന്മാരിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവും ഖദറിലുള്ള വിശ്വാസവും പരിപൂർണമായ നിലയിലുള്ളവരാകണം നമ്മൾ. പരിശോധിക്കുക സത്യവിശ്വാസികളെ, അള്ളാഹുവിലുള്ള വിശ്വാസം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ബാക്കിയുള്ള വിശ്വാസങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോ ഏതിലാണ് പൂർണ്ണമായ ഈമാൻ, പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് കഴിയുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. എന്താണ് ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായി നമ്മൾ ചെയ്യുക, അവന്റെ പ്രതിഫലം മാത്രം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ദുനിയാവിലുള്ള ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നോറ്റത് എന്നുണ്ടെങ്കിൽ ഈ റമദാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പ് നമുക്ക് ഉപകാരപ്പെടില്ല. ഈ റമദാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പ് നമ്മുടെ വീട്ടുകാരെ കാണിക്കാനാണെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളെ കാണിക്കാനാണെങ്കിൽ, ബാക്കിയുള്ളവരുടെ ഇടയിൽ എനിക്കൊരു മോശം വരുത്തരുത് എന്ന് കരുതിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ റമദാനിലുള്ള നോമ്പ് കൊണ്ട് നമ്മുടെ മുൻകഴിഞ്ഞ ഒരു പാപവും അല്ലാഹു പുറത്തു തരില്ല. ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ റമദാനിൽ എടുക്കുന്ന നോമ്പ് വെറും പട്ടിണിയായി പോകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റബ്ബസ്സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ. എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് ലഭിക്കുന്നത് വെറും പട്ടിണി മാത്രമാണ്. അവർക്ക് വെറും ലഭിക്കുന്നത് പട്ടിണികൾ മാത്രമാണ്. അവരൊഴിവാക്കിയ ഭക്ഷണവും അവരൊഴിവാക്കിയ പാനീയങ്ങളും മാത്രമേ അവർക്കുള്ളൂ. അതിന്റെ പേരിൽ അവർക്കൊരു പ്രതിഫലവുമില്ല. മല്ലം യദാ ഖൗലസ്സൂർ, കളവുകളും തെറ്റായ കാര്യങ്ങളും പ്രവർത്തികളും ഉപേക്ഷിക്കാത്തവൻ ഏതുപോലെയാണ്? ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു. ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഭക്ഷണം നിഷേധിക്കാനല്ല അള്ളാഹു റമദാനിൽ നിങ്ങൾക്ക് നോമ്പ് കൽപ്പിച്ചത്. അത് അള്ളാഹുവിന് ആവശ്യമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താണ് ആവശ്യം? ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ആ നോമ്പിലേക്ക് പ്രവേശിക്കുക, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ മാറി നിൽക്കുക. റമദാനിലെ നോമ്പ് നോക്കിയിട്ടും കളവ് പറയുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, റമദാനിലുള്ള നോമ്പ് നോക്കിയിട്ടും കണ്ടുകൊണ്ട് ഹറാമ് കാണുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, റമദാനിലുള്ള നോമ്പ് നോറ്റുകൊണ്ട് ഹറാമുകൾ കേൾക്കുന്ന കാതുകളാണ് നമ്മളുടേത് എന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, ഈ റമദാനിലുള്ള നോമ്പ് കൊണ്ട് വെറും പട്ടിണി മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് നോമ്പ്? അസ്സിയാമു ജുന്നത്തുൻ. നോമ്പെന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ്. ആ നോമ്പെന്ന് പറയുന്ന പരിചയ കൊണ്ട് എല്ലാ നമ്മളിലേക്ക് കടന്നു വരുന്ന തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും, പല വിധത്തിലുള്ള വസ്വാസുകൾ കടന്നു വരും, പല വിധത്തിലുള്ള തെറ്റുകളുള്ള ചായ്വുകൾ കടന്നു വരും. പറയേണ്ടതുണ്ട് നമ്മൾ, അനസായിമുൻ, ഞാന് ഒരു നോമ്പുകാരനാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി യഖീനോടുകൂടി പറയുവാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പരിശോധിക്കേണ്ടത് എന്താണെന്നറിയോ? എടുത്തു വീട്ടിയ നോമ്പ്, എടുത്തു തീർത്ത നോമ്പ്, പൂർത്തിയാക്കിയ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള നോമ്പാണോ? ഈ റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് റമദാനിന് മുമ്പ് ഞാൻ ഒരുങ്ങിയ ഒരുക്കങ്ങൾ അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? റമദാനിന്റെ ദിനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഈ സെക്കൻഡുകൾ ഒരിക്കലും തിരികെ കിട്ടില്ല. സഹോദരന്മാരെ സഹോദരിമാരെ, ഈ റമദാനിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്ന ഓരോ സെക്കൻഡുകളും പിന്നീട് നമുക്കില്ല എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അടുത്തൊരു നിമിഷത്തേക്ക് മാറ്റിവെക്കല്ലേ, ഖുർആൻ പാരായണം മാറ്റിവെക്കല്ലേ, സദഖകൾ നൽകുന്നത് മാറ്റിവെക്കല്ലേ, നന്മകൾ മാറ്റിവെക്കല്ലേ. കാരണം അടുത്തൊരു നിമിഷം അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ ഉണ്ടാവണമെന്നില്ല.
ഉള്ള നിമിഷങ്ങൾ, ഉള്ള സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായി ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം. സമയം അത് വിലപ്പെട്ടതാണ്. റമളാനിലുള്ള ഓരോ സമയങ്ങളും അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും മറ്റു മാസങ്ങളില്ലാത്ത എത്രയോ ഇരട്ടി നന്മകൾ അല്ലാഹു നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് ഇന്ന് വേണ്ട, നാളെ വേണ്ട, മറ്റന്നാള് വേണ്ട, റമളാനിന് നീണ്ടു നിൽക്കല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ആരും പറയല്ലേ. അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കല്ലേ. മറിച്ച് അല്ലാഹു എനിക്ക് റമളാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി. ഇനി ഈ റമളാനിന്റെ ഓരോ നിമിഷവും അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ പണിയെടുക്കും, നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും, നിനക്ക് വേണ്ടി മാത്രമായി ഞാൻ അമലുകളിലേക്ക് പ്രവേശിക്കും. പരിശോധിക്കുക, റമളാനിലേക്ക് പ്രവേശിച്ചിട്ട് എന്ത് മാറ്റമാണ് നമ്മളിൽ ഉണ്ടായത്? എന്ത് മാറ്റമാണ് നമ്മളിൽ ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല. കുറെ നോമ്പുകാർ അവര് പട്ടിണി മാത്രമാണ്. ആലോചിക്കുക, റമളാൻ കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആകെ നേടിയെടുത്തത് സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോ ഭക്ഷണത്തെ മാറ്റിവെക്കുകയും മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ആ ഭക്ഷണത്തെ എടുക്കുകയും എന്നുള്ള ആ ഒരു പ്രവൃത്തി മാത്രമേ ഈ സമയങ്ങളിൽ നമുക്ക് നടന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഈ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും? പിന്നെ എങ്ങനെ ഈ റമളാൻ കൊണ്ട് സ്വർഗ്ഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടും? പിന്നെ എങ്ങനെ ഈ റമളാനിലുള്ള അമലുകൾ കൊണ്ട് നമ്മൾ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും? ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇനിയും ധാരാളം മാറാനുണ്ട്. ഓരോ നിമിഷം കടന്നു പോകുമ്പോഴും അല്ലാഹുവിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ചിന്ത നമ്മളിൽ ധാരാളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അമലുകളിലേക്ക് ആത്മാർത്ഥമായി ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി കടന്നു പോകേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അനുസരിച്ച് പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 അമലുകളിൽ നമസ്കാരത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. രണ്ടാമതായി വിശ്വാസികളായ നമ്മൾ കടന്നു വരേണ്ട ഒന്നാണ് നമസ്കാരം, രാത്രിയിലുള്ള നമസ്കാരം എന്ന് പറയുന്നത്. 2 ദിവസങ്ങളായി തറാവീഹിന് വരുമ്പോഴേക്ക് 2 ദിവസങ്ങളായി രാത്രി നമസ്കാരം നമസ്കരിക്കുമ്പോഴേക്ക് എന്തൊക്കെയോ ചെയ്തു എന്നുള്ള തോന്നൽ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ മാതൃകയായ, നമ്മളൊക്കെ മാതൃകയാക്കേണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കാത്ത ദിനങ്ങൾ വിരളമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടും പട്ടിണിയിൽ പോലും രാത്രി നമസ്കാരത്തെ ഒഴിവാക്കിയിട്ടില്ല. ആ നമസ്കാരങ്ങൾ വളരെ വളരെ ദീർഘിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഒരിക്കലൊരു സഹാബി പള്ളിയുടെ അടുത്ത് കൂടി പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് നമസ്കരിക്കണം. സഹാബിക്ക് ഒരു ആഗ്രഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കണമെന്ന്. കൂടെ നമസ്കരിക്കാൻ ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറ ഇങ്ങനെ പാരായണം ആരംഭിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോയി. സഹാബി പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറ പൂർത്തിയാക്കി, റുകൂയിലേക്ക് പോയില്ല. സൂറത്ത് ആലി ഇംറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പാരായണം ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് റുക്കൂഇലേക്ക് പോയി. സഹാബി കരുതി പെട്ടെന്ന് എഴുന്നേൽക്കുമെന്ന്. ഇല്ല, ദീർഘമായ റുക്കൂഅ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. വീണ്ടും എഴുന്നേറ്റു, നമസ്കാരം ആരംഭിച്ചു, ഫാത്തിഹ ഓതി. വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തായ സൂറത്തുൽ മാഇദ പാരായണം ചെയ്യുന്നു. സഹാബിക്ക് മനസ്സിലായി റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന് നമസ്കരിച്ച് പൂർത്തിയാക്കാൻ എനിക്കാവില്ല. സഹാബി ആ നമസ്കാരത്തിൽ നിന്ന് പിറകോട്ടേക്ക് പോയി എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം. നമ്മൾ ആരും രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടത് ഒരു പണി തീർക്കുന്നത് പോലെയല്ല, ഒരു ഡ്യൂട്ടി തീർക്കുന്നത് പോലെയല്ല. തറാവീഹ് നമസ്കാരത്തിന് കടന്നു വരുമ്പോൾ തന്നെ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ സമയത്തേക്ക് എനിക്ക് വീട്ടിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ള രൂപത്തിലല്ല വിശ്വാസികളായ നമ്മൾ രാത്രി നമസ്കാരങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. എന്റെ റബ്ബിന്റെ മുന്നിൽ എന്റെ ആവലാദികൾ പറയാൻ, എന്റെ വിഷമങ്ങൾ പറയാൻ, എന്റെ കാര്യം എന്റെ റബ്ബിനെ ഏൽപ്പിക്കാൻ എന്നുള്ള ബോധത്തോടു കൂടിയാണ് കടന്നു വരേണ്ടത്. തറാവീഹ് നമസ്കാരം 5 മിനിറ്റ് വൈകുമ്പോഴേക്ക് നമ്മുടെ ഹാല് മാറുകയാണ്. ചോദിക്കണം നമ്മളോട്, എവിടെ നമ്മുടെ ഈമാൻ, എവിടെ നമ്മൾ ഒരു മുസ്ലിം എന്ന് പറയുന്നതിനുള്ള അർത്ഥം, എവിടെ മുഅ്മിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാത്രി നമസ്കാരത്തിന്റെ അല്പസമയം നീണ്ടുപോയാൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ജീവിതത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും അത്ഭുതമാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിലാണ് കഴിയേണ്ടത്. എനിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷീണിതനായി വീട്ടിലേക്ക് കയറിയിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ കഴിക്കാൻ? എല്ലായ്പ്പോൾ പോലെ ഇല്ല, ഭക്ഷണമില്ല എന്നുള്ള വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. അവസാനം വിരിപ്പിലേക്ക് പ്രവേശിച്ച് വിരിപ്പിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കുറെ ശ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, എന്നെ തട്ടി മാറ്റിയിട്ട് പറയാണ്, എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകണം, എനിക്ക് എന്റെ റബ്ബിനോട് ചിലത് പറയാനുണ്ട്, എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകണം, നീ എന്നെ അനുവദിക്കണം ആയിഷ എന്നുള്ള അനുവാദവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുത്തുകൊണ്ട് മുസല്ലയിലേക്ക് വന്ന് നമസ്കാരം ആരംഭിക്കുകയാണ്. ആ നമസ്കാരത്തിന് ചെറിയ ദീർഘമല്ല ഉണ്ടായത്. നമസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിൽ മുഴുകി. എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കുന്നത് എന്നറിയോ? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സുബ്ഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നിട്ടൊന്ന് മുട്ടി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ നമസ്കാരത്തിൽ വെറുതെ അങ്ങ് ഖുർആൻ പാരായണം ചെയ്തു പോയതല്ല. റഹ്മത്തിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞു. ശിക്ഷയെ പറ്റി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടും. സ്വർഗ്ഗത്തെ പറ്റി പറഞ്ഞാൽ അല്ലാഹുവിനോട് അത് ചോദിക്കും. നരകത്തെ പറ്റിയിട്ടുള്ള ആയത്തുകൾ വന്നാൽ അതിൽ തൊട്ട് കാവൽ തേടും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന് പറയുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപടി പിന്തുടരേണ്ടവരാണ് നമ്മൾ. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. പറയുക നബിയേ, എന്താണ് പറയേണ്ടത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ഹുബ്ബ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക.
ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക. എന്താ എന്നെ പിന്തുടർന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്നു പോകുക. രാത്രി നമസ്കാരത്തെ സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നവരാകരുത് നമ്മൾ. ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നുവോ എന്താ അവനിക്ക് ലഭിക്കുക? യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹം. അള്ളാഹുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ വെറുതെ അങ്ങ് സ്നേഹിക്കലല്ല. അള്ളാഹു അവന്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കും, അവന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് വേണ്ടേ കഴിയില്ല. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, അവൻ വളരെ കാരുണ്യവാനാണ് എന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അതിനനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ മാറി നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലുള്ള എല്ലാ നന്മകളും നേടിയെടുക്കുന്ന അവന്റെ ഏറ്റവും നല്ല അടിമകളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മുടെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് അവന്റെ സഹായം ഇറക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മറ്റൊരു സഹോദരൻ ആക്സിഡന്റായി ആശുപത്രിയിലാണ്. അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം പരിപൂർണമായ നിലയിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരന്മാരുണ്ട്, അവർക്ക് അല്ലാഹു കടം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീടില്ലാത്തവർക്ക് മനസ്സമാധാനമുള്ള വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിൽ പരസ്പര സ്നേഹം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നൽകുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم انصر الإسلام والمسلمين في فلسطين. اللهم انصر الإسلام والمسلمين في غزة. اللهم انصر الإسلام والمسلمين في الهند. اللهم اجعلنا من المتقبلين. اللهم اجعلنا من المتقبلين. اللهم اجعلنا من المتقبلين. اللهم أعنا فيه على الصيام والقيام. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله